ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കം കുറിച്ച് ജനുവരി 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിനിടെ മോദി അടുത്ത മാസത്തിലായിരിക്കും കേരളത്തിൽ എത്തുക എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനുവരിയിൽ മോദി കേരളത്തിൽ എത്തും, അതായത് ജനുവരി 6-ന് തന്നെ മോദി കേരളത്തിൽ എത്തും എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 6-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. ഇന്ന് ചേർന്ന BJP കോർ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹാറാലികളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജനുവരിയിൽ തന്നെ ഈ 3 റാലികളും ഉണ്ടാകും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യമായി ജനുവരി 6-ന് ശേഷം 27-നും യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായും അദ്ദേഹം തൃശ്ശൂരിൽ എത്തുന്നുണ്ട്. 27-ാം തീയതിയാണ് യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം നടക്കുക. അതിനും മോദി കേരളത്തിൽ എത്തുന്നുണ്ട്. അമിത്ഷായാകും ആദ്യം, അതായത് ഡിസംബറിൽ തന്നെ അമിത്ഷാ കേരളത്തിലെത്തും. അതിനുശേഷമാകും മോദി എത്തുക. എന്തായാലും കേരളം പിടിക്കാൻ തന്നെ കേരളം എങ്ങനെയും തിരിച്ചു പിടിക്കണം. ഈ ശബരിമല വിഷയത്തോടു കൂടി കേരളത്തിലുള്ള ഒരു തരംഗം മൊത്തത്തിൽ അനുകൂലമാക്കിയെടുക്കാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൊത്തത്തിൽ അനുകൂലമാക്കിയെടുക്കാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം സന്ദർശനം. ആദ്യം അമിത്ഷാ എത്തും, അതിന് പിന്നാലെ 6-ാം തീയതിയും 27-ാം തീയതിയും മോദിയും എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കേരളം, ബംഗാൾ, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും ഇതുവരെ BJP ജയിക്കാത്തത്. എന്നാൽ നിർണായക വോട്ട് സ്വാധീനവുമുള്ള 112 ലോക്സഭാ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടാണ് BJP ഒരു പുതിയ പദ്ധതി ഒരുക്കുന്നത്. ജനുവരിയിൽ ഈ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരെ പങ്കെടുപ്പിച്ച 25ഓളം റാലികളാണ് ഇന്ത്യ മൊത്തത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. റാഫേൽ ഇടപാടിൽ സുപ്രീം കോടതി വിധിയിൽ ഉയർന്ന ആ മോദി പ്രഭാവം അതിനെ അനുകൂലമാക്കാനാണ്, ഇതിനെ മുഖ്യ പ്രചാരകമാക്കാൻ ജനുവരി ആദ്യം തന്നെ രാജ്യത്ത് മുഴുവൻ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികൾ സംഘടിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് 6-ാം തീയതി കേരളത്തിലെത്തുന്നതും. കർണാടകമാണ് BJP കൂടുതൽ ശ്രദ്ധ തിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അതിനുശേഷമാണ് കേരളത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എത്തിപ്പിടിക്കാനാകുന്ന വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 2014-ൽ പരാജയപ്പെട്ട എല്ലാ ലോക്സഭാ സീറ്റുകളും RSSന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ സാധ്യതാ പഠനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും RSS കൂടുതൽ മുഴുവൻ സമയ പ്രവർത്തകരെ BJPയിലേക്ക് വിട്ടു നൽകുന്നതിനുള്ള തീരുമാനവുമായിട്ടുണ്ട്. ഇതിനെല്ലാം കണക്കുകൂട്ടി, അതായത് തിരഞ്ഞെടുപ്പിനൊരു മുന്നൊരുക്കം എന്തായാലും ഇത്തവണയും അധികാരം നിലനിർത്തണം എന്നുള്ള ഒരു വാശിയോടുകൂടി എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രചാരണത്തിനാണ് മോദിയും അതുപോലെ തന്നെ BJPയും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ് റാലികളെല്ലാം. ഇതിൻ്റെ ഭാഗമായി 6-ാം തീയതിയും 27-ാം തീയതിയും മോദി കേരളത്തിൽ എത്തുമെന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്നത്.